നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 818th day. Today 40th sloka of Pradhama Skandam 8th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 818ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 40ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 40ാമത്തെ ശ്ലോകം. നേയം ശോഭിഷ്യതേ തത്ര യഥേതാനിം ഗതാതരാ ത്വത്പാദൈരംഗിതാ ഭാതി സ്വലക്ഷണവിലക്ഷിതൈഃ. ഓം തത്സത്. നേയം ശോഭിഷ്യതേ തത്ര യഥേതാനിം ഗതാധരാ ത്വത്പാദൈരംഗിതാ ഭാതി സ്വലക്ഷണവിലക്ഷിതൈഃ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് നേയം ശോഭിഷ്യതേ തത്ര യഥേതാനി ത്വത്പാദി അങ്കിത ഭാതി സ്വലക്ഷണ വിലക്ഷിതേ. സ്വലക്ഷണ വിലക്ഷിതേ അതൊരു വാക്കായിട്ടാണ്. ഗദാധര, ഗദയെ ധരിച്ചിരിക്കുന്ന അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ഗദാധര എന്ന് കുന്തിദേവി വിളിക്കുന്നത്. സ്വലക്ഷണ വിലക്ഷിതേ, അസാധാരണങ്ങളായ ലക്ഷണങ്ങൾ കൊണ്ട് അടയാളപ്പെട്ടിരിക്കുന്ന. ത്വൽപദേ, അങ്കുശം വജ്രം എന്നിങ്ങനെയുള്ള അടയാളങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ ഉണ്ട് എന്നാണ്. ആ പാദങ്ങൾ ത്വൽപദേ, നിൻ്റെ കാലടികൾ കൊണ്ട്, അങ്കിത അടയാളപ്പെട്ടതായ ഈ ഭൂമി, ഇതാനി ഇപ്പോൾ, യഥാഭാതി എങ്ങനെ ശോഭിക്കുന്നുവോ, ഇയം ഇത്, ന ഇയം ആണ് നേയം എന്നുള്ളത്. നേയം ശോഭിഷ്യതേ ന ഇയം എന്നാണ് പദം പിരിക്കേണ്ടത്. ന ഇയം ശോഭിഷ്യതേ, അതായത് ഇയം ഇത്, തത്ര അവിടെ, തഥാ അങ്ങനെ, ന ശോഭിഷ്യതേ ന ഇയം ഇത്, ന ശോഭിഷ്യതേ ശോഭിക്കുകയില്ല. ന എന്നുള്ളത് നേയം എന്നുള്ളത് ന ഇയം ശോഭിഷ്യതേ, അത് ഇയം ന ശോഭിഷ്യതേ, ഇതുപോലെ അവിടെ ശോഭിക്കുക. അല്ലയോ ഗദാധര, മറ്റാർക്കും ഇല്ലാത്തതായ വജ്രം, അങ്കുശം എന്നീ അടയാളങ്ങളൊക്കെ ഉള്ള നിൻ്റെ കാലടികൾ പതിഞ്ഞു കാണുന്ന ഈ ഭൂമി ഇപ്പോൾ എങ്ങനെ ശോഭിക്കുന്നുവോ അതുപോലെ അവിടുന്ന് ഇവിടെ നിന്ന് പോയാൽ ശോഭിക്കുകയില്ല. ആ വിധം പിന്നെ ശോഭിക്കുകയില്ല എന്ന് കുന്തിദേവി പറയുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ കുന്തിദേവി ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗമാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുന്തി സ്തുതി, വളരെ വിശേഷപ്പെട്ട പേരുകേട്ട കുന്തി സ്തുതിയാണ് പാരായണം ചെയ്യുന്നത്. കുന്തിദേവി ഭഗവാനെ പലതരത്തിലും വിശേഷിപ്പിക്കുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ പറയുകയാണ്, വജ്രം, അങ്കുശം എന്നിങ്ങനെ വിശേഷപ്പെട്ട ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള കാലടികളോട് കൂടിയ അവിടുന്നിൻ്റെ കാലടികൾ പതിഞ്ഞിട്ടുള്ള ഈ ഭൂമി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അപ്രകാരം ശോഭിക്കുകയില്ല എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. നേയം ശോഭിഷ്യതേ തത്ര യഥേതാനിം ഗതാധരാ ത്വത്പാദൈരംഗിതാ ഭാതി സ്വലക്ഷണ വിലക്ഷിതൈ. ഓം തത്സത്.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഓം തത്സത്. എല്ലാവരുടെയും ആയുരാരോഗ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.